പ്രീതികർന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവൺമെൻസിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ 5ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പഠിച്ചു. കൂടാതെ മഴ മുന്നറിയിപ്പിനെക്കുറിച്ചും കൂടാതെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും പഠിച്ചു. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാനുള്ളത് അണക്കെട്ടുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പാണ്. പഠിച്ചാലോ? യെസ്. രാത്രികാലങ്ങളിലും ഷട്ടറുകൾ പ്രവർത്തിച്ച് വെള്ളമൊഴുക്കി വിടുന്ന കേരളത്തിലെ അണക്കെട്ടുകൾ: തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, ഓക്കെ, പത്തനംതിട്ട ജില്ലയിലെ മണിയാർ, മൂഴിയാർ എന്നിവ, ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, കല്ലാർ, ഇരട്ടയാർ, ലോവർ പെരിയാർ എന്നിവ, തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത്, ഷോളയാർ എന്നിവ, കോഴിക്കോട് ജില്ലയിലെ കക്കയോ. ഇതെന്തിനാ പ്രത്യേകിച്ച് പറയണേ? സാധാരണഗതിയിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം രാവിലെ 6 മണിക്ക് മുമ്പും എന്ത് ചെയ്യാൻ പാടില്ല? അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തു കളയാൻ പാടില്ല. എന്നാൽ ആ നിബന്ധനയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത കേരളത്തിലെ അണക്കെട്ടുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, പത്തനംതിട്ട ജില്ലയിലെ മണിയാറും മൂഴിയാറും, ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, കല്ലാർ, ഇരട്ടാർ, ലോവർ പെരിയാർ എന്നിവ. കല്ലാർകുട്ടി, കല്ലാർ, ഇരട്ടാർ, പിന്നെ ലോവർ പെരിയാർ എന്നിവ. ഇരട്ടയാർ എന്നൊക്കെ ഇപ്പോൾ പെരിയാറിന്റെ പോഷക നദികൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. ഇനി തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത്, ഷോളയാർ എന്നിവ, കോഴിക്കോട് ജില്ലയിലെ കക്കയം അണക്കെട്ടും. ഓക്കെ, അപ്പോൾ പെരിയാറിലും പോഷക നദികളിലും പണികഴിപ്പിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളാണ് കല്ലാർകുട്ടി, കല്ലാർ, ഇരട്ടയാർ, ലോവർ പെരിയാർ എന്നിവ. ഇരട്ടയാറിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഹരിത കേരളം പദ്ധതിയിലൂടെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട നദിയാണ് ഇരട്ടയാർ എന്ന് പറയുന്നത്. ഓക്കെ, നീരൊഴുക്ക് നഷ്ടപ്പെട്ടു പോയി, പിന്നീട് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട നദിയാണ്. ഇരട്ടയാർ എന്ന് പറയുന്ന പമ്പയുടെ പോഷക നദികളാണ്. കല്ലാർകുട്ടി, കല്ലാർ, ലോവർ പെരിയാർ എന്നിവ പെരിയാറിൻ്റെ. അതിൽ ഇരട്ടയാർ മാത്രം പമ്പയുടെ, ബാക്കി അത്രയും പെരിയാറിന്റെ പോഷക നദികളാണ് കേട്ടോ. അപ്പോൾ മറക്കല്ലേ, രാത്രികാലങ്ങളിലും ഷട്ടറുകൾ പ്രവർത്തിപ്പിച്ച് വെള്ളമൊഴുക്കി വിടുന്ന കേരളത്തിലെ അണക്കെട്ടുകൾ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും നൽകത്തില്ല. രാത്രിയെന്നോ പകലൊന്നുമില്ല, അത് എപ്പോഴും വേണമെങ്കിലും തുറക്കാം. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, പത്തനംതിട്ട ജില്ലയിലെ മണിയാർ, മൂഴിയാർ, ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, കല്ലാർ, ഇരട്ടയാർ, ലോവർ പെരിയാർ എന്നിവ, തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത്, ഷോളയാർ എന്നിവ, കോഴിക്കോട് ജില്ലയിലെ കക്കയോ. സാധാരണഗതിയിൽ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ എന്ത് ചെയ്യാൻ പാടില്ല? അണക്കെട്ടുകൾ തുറന്ന് വെള്ളം പുറത്ത് കളയാൻ പാടില്ല. എന്നാൽ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള അണക്കെട്ടുകളാണ്. അതുകൊണ്ട് നമ്മൾ അത് പ്രാധാന്യത്തോടെ അത് ഇവിടെ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു അണക്കെട്ടുകളുടെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട അലർട്ട്. മഴ മുന്നറിയിപ്പ് നമ്മൾ പഠിച്ചു, ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് പഠിച്ചു. ഇവിടെ പഠിക്കുന്നത് അണക്കെട്ടുകളുടെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട അലർട്ടാണ്. മഞ്ഞയാണ് ഇവിടെ തുടങ്ങുന്നത്. വെള്ളയില്ല, പച്ചയില്ല, മഞ്ഞയാണ് തുടങ്ങുന്നത്, ഓർമ്മിക്കുക. അപ്പോൾ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട 3 കളറേ ഉള്ളൂ: മഞ്ഞ, പിന്നെ നീല, ഓറഞ്ച്. മഞ്ഞ, നീല, ഓറഞ്ച്, മഞ്ഞ, നീല, ഓറഞ്ച്, മഞ്ഞ, നീല, ഓറഞ്ച്. മറക്കരുത്, മഴയായപ്പോൾ വെള്ളയുണ്ടായിരുന്നു അല്ലേ, പച്ചയുണ്ടായിരുന്നു, മഞ്ഞയുണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ ചുവപ്പുണ്ടായിരുന്നു. ഇവിടെ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട 3 കളറേ ഉള്ളൂ: ആദ്യം മഞ്ഞ, പിന്നെ നീല, പിന്നെ ഓറഞ്ച്. ഓക്കെ, വെറുതെ ഒന്ന് എടുക്കുക. നമ്മൾ സാധാരണഗതിയിൽ വെള്ളം ഒന്നുകിൽ മഞ്ഞയോ അല്ലെങ്കിൽ നീലയോ നിറത്തിലായിരിക്കും. അവിടെ രണ്ടും വലിയ പ്രശ്നമില്ല. ഓറഞ്ച് ആണെങ്കിൽ ചെളി കലർന്ന വെള്ളം, അത് ഓർമ്മിച്ചാൽ മതി. ചെളി കലർന്ന വെള്ളം. ചെളി എപ്പോഴാണ് ഉണ്ടാവുന്നത്? അതിശക്തമായ ഒഴുക്കിലാണ് ചെളി ഉണ്ടാവുക അല്ലേ, അത് വെച്ച് ലിങ്ക് ചെയ്യാം. ഓക്കെ, മഞ്ഞ മുൻകരുതലിന്റെ ഭാഗമായി നിലവിൽ നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന അണക്കെട്ടുകളാണ് മഞ്ഞ മുന്നറിയിപ്പ്. മുൻകരുതലിന്റെ ഭാഗമായി നിലവിൽ നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന അണക്കെട്ടുകളാണ് മഞ്ഞ മുന്നറിയിപ്പ്. ഇനി നീല അലർട്ടാണെങ്കിലോ, ജലനിരപ്പ് സംഭരണശേഷിക്ക് അടുത്തെത്താറായി. ഓക്കെ, അടുത്തെത്തുമ്പോൾ ജലനിരപ്പ് ഉയരുന്നത് നിരീക്ഷിക്കുവാനാണ് നീല അലർട്ട് പുറപ്പെടുവിക്കുക. മഞ്ഞ അലർട്ട് മഴ പെയ്യുന്നുണ്ട്, അത്യാവശ്യം വെള്ളം ആ ഡാമിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്, പെട്ടെന്ന് നിറയാതിരിക്കുന്നതിന് വേണ്ടി മുൻകരുതലിന്റെ ഭാഗമായി നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന അണക്കെട്ടുകൾ. ഇനി നീല അലർട്ടാണെങ്കിലോ, ജലനിരപ്പ് സംഭരണശേഷിക്ക് അടുത്തെത്തി. സംഭരണശേഷി ഒരു ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്തെത്തി തുടങ്ങുമ്പോൾ ജലനിരപ്പ് ഉയരുന്നത് നിരീക്ഷിക്കാൻ. കാരണം സംഭരണശേഷിയിൽ കൂടുതലാവാൻ പാടില്ലല്ലോ.
നിരീക്ഷിക്കുന്നതാണ് നീല അലർട്ട്. ഇനി ഓറഞ്ച് അലർട്ട്. പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ മൈക്കിലൂടെ അറിയിക്കേണ്ടതാണ്. പ്രധാനമായും തീരപ്രദേശങ്ങളിലും നദിക്കരയിലും കായൽ തീരത്തും അധിവസിക്കുന്ന ജനങ്ങൾക്ക്. കാരണം ഡാം തുറന്നു കഴിഞ്ഞാൽ നദിയിൽ വെള്ളമുണ്ടാകും, ആ നദി എത്തിച്ചേരുന്ന കായലിൽ വെള്ളം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും തീരപ്രദേശങ്ങളിൽ, അതായത് ഈ വെള്ളം കൂടുതലായി കടലിൽ എത്തിച്ചേരുമ്പോൾ കടലാക്രമണം ഉണ്ടാകും. അപ്പോൾ തീരപ്രദേശങ്ങൾ, നദിക്കര, കായൽക്കര, ഈ 3 പ്രദേശങ്ങളിലെ തീരപ്രദേശങ്ങളിലും അധിവസിക്കുന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. എന്തിലൂടെ? മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകണം. സാധാരണയിൽ രാത്രി 10 മണിക്ക് ശേഷം അങ്ങനെ അനൗൺസ്മെന്റ് ഒന്നും പാടില്ല എന്ന് നിയമം ഉണ്ടെങ്കിലും ഇത്തരം മുന്നറിയിപ്പുകൾ രാത്രിയാണെങ്കിൽ കൂടി നൽകണമെന്നർത്ഥം. രാത്രികാലമാണെങ്കിൽ കൂടി മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകേണ്ടതാണ്. പോലീസ്, അഗ്നിസുരക്ഷാ സേന, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നീ വകുപ്പുകളുടെ സേവനം എന്തിനു വേണ്ടി ഉറപ്പുവരുത്താം? ഈ മൈക്കിലൂടെയുള്ള നിർദ്ദേശങ്ങൾക്ക് സഹായം തേടാം. അപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾ മൈക്കിലൂടെ അറിയിക്കേണ്ടതാണ്. പ്രധാനമായും തീരപ്രദേശങ്ങൾ, അതായത് സമുദ്രതീരത്തും നദിക്കരയിലും കായൽക്കരയിലും അധിവസിക്കുന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കണം. രാത്രികാലമാണെങ്കിൽ കൂടി മൈക്കിലൂടെ അറിയിപ്പ് നൽകിയിരിക്കണം. പോലീസ്, അഗ്നിസുരക്ഷാ സേന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരുടെ സേവനം ഈ സമയത്ത് സ്വീകരിക്കാവുന്നതുമാണ്. ഇനി 4ാമത്തെ കാറ്റഗറി റെഡിലേക്ക് പോവാണ് കേട്ടോ. 4ാമത്തെ കാറ്റഗറി റെഡിലേക്ക് പോവാണ്. ആദ്യം മഞ്ഞ, പിന്നെ നീല, 3ാമത് ഓറഞ്ച്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? റെഡിലേക്ക് പോകുന്നു. റെഡ് അലർട്ട്. ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടത് റെഡ് അലർട്ടിലാണ്. നിലവിൽ കേരളത്തിൽ ഒരു അണക്കെട്ടുകൾക്കും ഓറഞ്ച്, നീല, റെഡ് എന്നീ 3 അലർട്ടുകൾ ബാധകമാക്കിയിട്ടില്ല. ഉള്ളതെന്ത് മാത്രം? മഞ്ഞ അലർട്ട് മാത്രം. ഓക്കെ. അപ്പോൾ റെഡ് അലർട്ട് ജനങ്ങളെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കേണ്ടത് ഈ ഘട്ടത്തിലാണ്. കേരളത്തിലെ ഒരു അണക്കെട്ടുകൾക്കും ഓറഞ്ച്, നീല, റെഡ് എന്നീ 3 അലർട്ടുകൾ നിലവിൽ ബാധകമാക്കിയിട്ടില്ല. ഉള്ളതെന്ത് മാത്രമാണ്? മഞ്ഞ അലർട്ട് മാത്രമാണ്. ചെറിയ രീതിയിൽ ഒഴുക്കിക്കളയും. അതായത് ജലനിരപ്പ് ഉയരുന്നത് തടയുന്നതിന് വേണ്ടി, പൂർണ്ണ സ്ഥിതിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ചെറിയ തോതിൽ ഒഴുക്കി വിട്ട് എന്ത് ചെയ്യും? പരിധി നിശ്ചയിച്ചുറപ്പിക്കും. ഓറഞ്ച് അലർട്ട്, നീല അലർട്ട്, റെഡ് അലർട്ട് എന്നിവ നിലവിൽ കേരളത്തിലെ ഒരു അണക്കെട്ടുകൾക്കും ബാധകമല്ല. ഇന്ന് മാത്രമേ ഉള്ളൂ മഞ്ഞ അലർട്ട് മാത്രം. മഞ്ഞ അലർട്ട് ആണെങ്കിൽ ചെറിയ തോതിൽ എന്ത് ചെയ്യും? നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന അണക്കെട്ടുകളാണ്. ക്ലിയർ ആണ്? മറക്കില്ലല്ലോ. മൈക്ക് അനൗൺസ്മെന്റിന്റെ ഓറഞ്ച് അലർട്ട് ഒന്നും കേരളത്തിൽ ബാധകമല്ല. ഓക്കെ, ഗുഡ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നു, ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് പോകാം അല്ലേ. അണക്കെട്ടുകളുടെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട അലർട്ടുകൾ. മഞ്ഞ, മുൻകരുതലിന്റെ ഭാഗമായി നിലവിൽ നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന അണക്കെട്ടുകൾ. നീല അലർട്ട്, ജലനിരപ്പ് സംഭരണശേഷിക്ക് അടുത്തെത്തുമ്പോൾ ജലനിരപ്പ് ഉയരുന്നത് നിരീക്ഷിക്കാൻ. ഓറഞ്ച് അലർട്ട്, പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ മൈക്കിലൂടെ അറിയിക്കേണ്ടതാണ്. പ്രധാനമായും തീരപ്രദേശങ്ങളിലും നദിക്കരയിലും കായൽക്കരയിലും അധിവസിക്കുന്ന ജനങ്ങൾക്ക്. രാത്രികാലമാണെങ്കിൽ കൂടി മൈക്കിലൂടെ അറിയിപ്പ് നൽകണം. പോലീസ്, അഗ്നിസുരക്ഷാ സേന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നീ വകുപ്പുകളുടെ സേവനം മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. റെഡ് അലർട്ട്, ജനങ്ങളെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കേണ്ടത് റെഡ് അലർട്ടിലാണ്. കേരളത്തിലെ ഒരു അണക്കെട്ടുകൾക്കും നിലവിൽ ഓറഞ്ച്, നീല, റെഡ് എന്ന അലർട്ടുകൾ ബാധകമാക്കിയിട്ടില്ല. അടുത്ത് പറയട്ടെ. യെസ്, അടുത്ത ഘട്ടത്തേക്ക് നമ്മൾ പോവാണ്. പ്രളയ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട അലർട്ടുകൾ. വെള്ള മുന്നറിയിപ്പുകളൊന്നുമില്ല. നീല 1ാം ഘട്ട മുന്നറിയിപ്പ്, ഓറഞ്ച് 2ാം ഘട്ട മുന്നറിയിപ്പ്, ചുവപ്പ് 3ാം ഘട്ടം. അണക്കെട്ടുകളുടെ കളറുമായി ബന്ധപ്പെട്ടാണിത് അല്ലേ. അണക്കെട്ടുകൾക്ക് ഇതല്ലേ. ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യം മഞ്ഞയാണ്, ഇവിടെ ആദ്യം വെള്ളയാണ്. അണക്കെട്ടുകളിലെ മഞ്ഞ, നീല, ഓറഞ്ച്, ചുവപ്പ്. ഇവിടെ പ്രളയ മുന്നറിയിപ്പാണെങ്കിൽ വെള്ള, നീല, ഓറഞ്ച്, ചുവപ്പ്. വെള്ളയാണെങ്കിൽ മുന്നറിയിപ്പ് ഒന്നുമില്ല. നീലയാണെങ്കിൽ 1ാം ഘട്ട മുന്നറിയിപ്പ്, ഓറഞ്ച് 2ാം ഘട്ട മുന്നറിയിപ്പ്, ചുവപ്പ് 3ാം ഘട്ട മുന്നറിയിപ്പ്. ഇതിലും പ്രളയവും അണക്കെട്ടുമായി ബന്ധപ്പെട്ട സെയിം ആണ്. ഓക്കെ. നീലയാണെങ്കിൽ എന്ത് ചെയ്യണം? ജാഗ്രതയാണ്. ഓറഞ്ച് ആണെങ്കിൽ മൈക്കിലൂടെ അനൗൺസ്മെന്റ് നൽകും. ചുവപ്പാണെങ്കിൽ എന്ത് ചെയ്യണം? ആൾക്കാരെ മാറ്റി താമസിപ്പിക്കും. അതുകൊണ്ടാണ് വീണ്ടും ഞാനത് ഉൾക്കൊള്ളിക്കാത്ത കേട്ടോ. നീലയാണെങ്കിൽ എന്ത് ചെയ്യും? ജാഗ്രതാ മുന്നറിയിപ്പ് നൽകും. ജാഗ്രതാ മുന്നറിയിപ്പ് നൽകും. ഓറഞ്ച് ആണെങ്കിൽ എന്ത് ചെയ്യും? മൈക്കിലൂടെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകും. മൈക്കിലൂടെ രാത്രിയാണെങ്കിൽ കൂടി ജാഗ്രത മുന്നറിയിപ്പ്, ജാഗ്രത അല്ലെങ്കിൽ മുന്നറിയിപ്പ് അനൗൺസ് ചെയ്യും. 3ാം ഘട്ടമാണെങ്കിൽ എന്ത് ചെയ്യും? ആൾക്കാരെ മാറ്റി പാർപ്പിക്കും. വെള്ളയാണെങ്കിൽ നിലവിൽ മുന്നറിയിപ്പ് ഒന്നുമില്ല. ഓക്കെ,
അപ്പോൾ രണ്ടും സമാനമാണ്, കളർ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ പ്രളയ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട അലർട്ടുകൾ. വെള്ള, നിലവിൽ മുന്നറിയിപ്പൊന്നുമില്ല. നീല, ഒന്നാം ഘട്ട മുന്നറിയിപ്പ്, ജാഗ്രത പാലിക്കുക. ഓറഞ്ച്, രണ്ടാം ഘട്ട മുന്നറിയിപ്പ്, മൈക്കിലൂടെ രാത്രിയാണെങ്കിൽ കൂടി മുന്നറിയിപ്പ് നൽകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പോലീസിന്റെയും അഗ്നിസുരക്ഷാ സേനയുടെയും സഹായം ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥിക്കാവുന്നതാണ്. ചുവപ്പ്, മൂന്നാം ഘട്ട മുന്നറിയിപ്പ്, ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുക. ഇനി കേരളത്തിലെ മഴയുടെ അളവാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ മഴയുടെ അളവൊക്കെ നമ്മൾ ആൾറെഡി നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ജില്ലയിലും എന്ത് ചെയ്യുന്നത്, ദുരന്ത നിവാരണ പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യുക. കേരളത്തിലെ വാർഷിക മഴ എന്ന് പറയുന്നത് 2924.7 മില്ലിമീറ്റർ മുതൽ ഏകദേശം 292 സെന്റിമീറ്റർ. നമ്മൾ കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ റൗണ്ട് ചെയ്ത് 290 മുതൽ 304 സെന്റിമീറ്റർ വരെ എന്നൊക്കെ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 300 സെന്റിമീറ്റർ പറയാറുണ്ട്. ഇത് കഴിഞ്ഞ 30 വർഷത്തെ ശരാശരി ആക്യുറേറ്റ് ലെവലിൽ എടുത്ത് വെച്ചിരിക്കുന്നത് എത്രയാ? 2924.7 മില്ലിമീറ്റർ അഥവാ 292.47 സെന്റിമീറ്റർ. ഏറ്റവും കൂടുതൽ ഒരു വർഷം മൊത്തത്തിലെടുത്താൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോടാണ്, ഏറ്റവും കുറവ് തിരുവനന്തപുരം. മൊത്തത്തിലെടുക്കുമ്പോൾ ഇത് നിങ്ങൾ കേരള ജോഗ്രഫിയിൽ പഠിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ബാക്കി സാധാരണ നമ്മൾ പഠിക്കാറില്ല. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് കൃത്യമായി കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കേരളത്തിൽ പ്രധാനപ്പെട്ട എത്ര കാലഘട്ടത്തിൽ മഴ ലഭിക്കുക? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ, വടക്കിഴക്കൻ മൺസൂൺ, വേനൽ മഴ, ശൈത്യകാല മഴ. ഏറ്റവും കുറവ് ശൈത്യകാല മഴ എന്ന് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും കൂടുതൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെന്ന് അറിയാം അല്ലെ? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലവർഷം അഥവാ ഇടവപ്പാതി ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കാസർഗോഡ് ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരവുമാണ്. ഏറ്റവും കൂടുതൽ കാസർഗോഡും, കുറവ് തിരുവനന്തപുരവും. വടക്കിഴക്കൻ കാലവർഷം, വടക്കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കൊല്ലത്താണ്. ഏറ്റവും കുറവ് വയനാടും. ഏറ്റവും കൂടുതൽ കൊല്ലം, ഏറ്റവും കുറവ് വയനാട്. വേനൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പത്തനംതിട്ടയിലും ഏറ്റവും കുറവ് ലഭിക്കുന്നത് പാലക്കാടും. വേനൽ മഴ ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയാണ്, ഏറ്റവും കുറവ് പാലക്കാടാണ്. ശൈത്യകാല മഴ, അതായത് നമ്മുടെ ഡിസംബർ തൊട്ട് ഏകദേശം ഫെബ്രുവരി പകുതി വരെയുള്ള മഴ, അതാണ് ശൈത്യകാലം എന്ന് പറയുക. ശൈത്യകാല മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പത്തനംതിട്ടയാണ്, കുറവ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈയും ഏറ്റവും കുറവ് ജനുവരിയുമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ്. ആകെയുള്ള 292 സെന്റിമീറ്റർ മഴയിൽ 72 സെന്റിമീറ്റർ മഴയിൽ ലഭിക്കുന്നത് 720.1 72 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നത് ഏത് മാസമാണ്? ജൂലൈ മാസമാണ് കേട്ടോ. 720.1 മില്ലിമീറ്റർ അഥവാ 72.01 സെന്റിമീറ്റർ മഴ ജൂലൈ മാസത്ത് മാത്രം ലഭിക്കും. ജനുവരി മാസത്ത് ലഭിക്കുന്നത് കേവലം 3 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരി മാസത്താണ്. കാരണം ഏറ്റവും കൂടുതൽ ശൈത്യം അനുഭവപ്പെടുന്നത് ജനുവരി മാസത്താണ്. ജനുവരി മാസം കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ കേരളത്തിലെ മഴ ആദ്യം നമ്മൾ ഒരു വർഷം മൊത്തത്തിലുള്ള എടുത്തു, അത് കഴിഞ്ഞ് ഓരോ കാലയളവും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു. വാർഷിക മഴ ശരാശരി കേരളത്തിൽ ലഭിക്കുന്ന മഴ 292.47 സെന്റിമീറ്റർ അഥവാ 2924.7 മില്ലിമീറ്റർ. ഒരു വർഷം മൊത്തമെടുത്താൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അഥവാ ഇടവപ്പാതി, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം. വടക്കിഴക്കൻ മൺസൂൺ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ലഭിക്കുന്ന മഴ, വടക്കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കൊല്ലത്താണ്, കുറവ് ലഭിക്കുന്നത് വയനാടും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കൊല്ലത്തും, ഏറ്റവും കുറവ് വയനാടും. വേനൽ മഴയും ശൈത്യകാല മഴയും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പത്തനംതിട്ടയാണ്. വേനൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പത്തനംതിട്ട, ഏറ്റവും കുറവ് ലഭിക്കുന്നത് പാലക്കാട്. വേനൽ മഴ ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയും ഏറ്റവും കുറവ് പാലക്കാടുമാണ്. ശീതകാല മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പത്തനംതിട്ട, ഏറ്റവും കുറവ് ലഭിക്കുന്നത് കാസർഗോഡ്. ശീതകാല മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പത്തനംതിട്ട, ഏറ്റവും കുറവ് ലഭിക്കുന്നത് എവിടെയാണ്? കാസർഗോഡുമാണ്. മറക്കില്ലാലോ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണ്. ഏകദേശം 720.1 മില്ലിമീറ്റർ അഥവാ 72 സെന്റിമീറ്റർ മഴ ലഭിക്കും. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജനുവരി മാസമാണ്, 3 സെന്റിമീറ്റർ. മറക്കില്ലാലോ. ഓക്കെ അല്ലേ? ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി. പരിശോധിച്ചാലോ? യെസ്. കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ നയത്തെക്കുറിച്ച് പറയുന്നു.
കേരള സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 21/1 പ്രകാരമാണ് ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ നയം തയ്യാറാക്കിയത് 2010-ലും ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത് 2010-ലും ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത് 2016-ലുമാണ്. ഓക്കെ, 2016 ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത് കൊണ്ടാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് രൂപീകരിക്കുന്നത് 2016 രൂപീകരിക്കുക. മനസ്സിലായോ? ഓക്കെ, ഡൗട്ട് ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാനത് പറയുക. 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിൽ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുന്നത് 2016 ആണ് ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് രൂപീകരിച്ചത് 2016 രൂപീകരിക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നു, സംസ്ഥാനത്ത് ദുരന്ത നിവാരണ നയം രൂപീകരിച്ചത്. ദേശീയ ദുരന്ത നിവാരണ നയം എന്നാ രൂപീകരിച്ചേ? ദേശീയ ദുരന്ത നിവാരണ നയം എന്നാ രൂപീകരിച്ചത് 2009-ലാണ്. ദേശീയ ദുരന്ത നിവാരണ നയം രൂപീകരിച്ചത് 2009-ലാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം എന്നാ 2010. ആൾറെഡി അത് പറഞ്ഞു, എങ്കിലും നമ്മൾ ഇവിടെ വീണ്ടും ഒന്നുകൂടെ പറയുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ നയം 2010-ലാണ്. സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി 2016-ലും. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 21/1 പ്രകാരമാണ് ആ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം പ്രഖ്യാപിച്ചത് 2010-ലും സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത് 2016-ലുമാണ്. ഓക്കെ അല്ലേ? യെസ്, സംശയമില്ലാലോ? ഇല്ല. ഇനി പറയുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ട്രാവൻകൂർ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1955 പ്രകാരം ഒരു ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ്. നമുക്കറിയാം, 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള എല്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും സ്വയംഭരണാധികാരം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഏത് ട്രസ്റ്റ്? ട്രാവൻകൂർ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1955 പ്രകാരം റവന്യൂ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. രൂപീകരിച്ചത് 1996. ഇതെന്താണ്? ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആദ്യ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് മാനേജ്മെന്റ് എന്നായിരുന്നു. 2005 ദുരന്ത നിവാരണ നിയമം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പാസാക്കി കേന്ദ്ര ഗവൺമെന്റ്. അത് പ്രകാരം ഇതിന്റെ പേര് എന്താക്കി മാറ്റി? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് മാനേജ്മെന്റ് എന്നാക്കി മാറ്റി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് മാനേജ്മെന്റ് എന്ന പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നാക്കി മാറ്റി. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിദ്ധീകരണമാണ് റവന്യൂ ഗൈഡ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന റവന്യൂ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിദ്ധീകരണമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? റവന്യൂ ഗൈഡ് എന്ന പേരിൽ അറിയപ്പെടുക. മറക്കില്ല എന്ന് കരുതിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ നമ്മൾ പറയുക? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റവന്യൂ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനം. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രാവൻകൂർ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1955 പ്രകാരം. രൂപം കൊണ്ടത് 1996-ലാണ്. ആദ്യ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് മാനേജ്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രസിദ്ധീകരണം എന്താണ്? റവന്യൂ ഗൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. റവന്യൂ ഗൈഡ് എന്ന വാക്ക് നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ് അല്ലെ? റവന്യൂ ഗൈഡ് സ്ഥിരം കേൾക്കുന്നതാണ്, നിങ്ങൾക്കറിയാം. ഇനി അടുത്ത് പറയുന്നു, അവസാനമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം
അപകട മരണം നേരിട്ടവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം, വാസഗൃഹങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ, തീപിടുത്തം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള ധനസഹായം എന്നിവയാണ് ഈ പദ്ധതി പ്രകാരം നൽകുന്നത്. ഓക്കെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുമ്പോൾ എന്തല്ല, കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ദുരിതാശ്വാസ നിധിയും ഇതും രണ്ടും രണ്ടാണ്. ഓക്കെ, മറക്കരുത്. നമ്മൾ ആൾറെഡി പഠിച്ചു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ എന്തുണ്ട്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ എന്തുണ്ട്? നിധിയുണ്ട്. അതാരാണ് രൂപീകരിക്കുക? കേന്ദ്ര സർക്കാർ രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ എത്ര ശതമാനം നൽകും? 75% സംഭാവന നൽകും. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസിബിൾ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത് 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 48/1A എന്ന വകുപ്പ് പ്രകാരമാണ്. അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും രണ്ടും രണ്ടാണ് എന്ന കാര്യം ഓർമ്മിക്കാം. ഓക്കെ, അംഗീകൃത ദുരന്തങ്ങൾ, അതിപ്പോൾ ദേശീയ ദുരന്തമായിക്കോട്ടെ സംസ്ഥാന ദുരന്തമായിക്കോട്ടെ, അംഗീകൃത ദുരന്തങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ദുരിതാശ്വാസ സഹായം നൽകുന്നത് കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ്, അഥവാ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്നാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ദുരന്തങ്ങളല്ല, മറിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം, അപകട മരണം നേരിട്ടവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം, വാസഗൃഹങ്ങൾ, ഇൻഷുറൻസ് എന്നിവ പരിരക്ഷയില്ലാത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ, തീപിടുത്തം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തുടങ്ങിയുള്ള ധനസഹായം എന്നിവയാണ് അതിലൂടെ നൽകുക, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നൽകുക. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വരിക. ഓഡിറ്റ് ചെയ്യുന്നത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. നിയന്ത്രണ ചുമതല റവന്യൂ വകുപ്പിന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാണ് പേരെങ്കിലും ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. ചുമതല നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പും. ഓക്കെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്ന റവന്യൂ വകുപ്പാണ്. ഓഡിറ്റ് ചെയ്യുന്നത് CAG. പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതും ദുരന്ത നിവാരണവുമായി ബന്ധമില്ല. ദുരന്ത നിവാരണത്തിന് സഹായം നൽകുന്നത് അത് ദേശീയ ദുരന്തമായിക്കോട്ടെ സംസ്ഥാന ദുരന്തമായിക്കോട്ടെ, ഒന്നെങ്കിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധി അല്ലെങ്കിൽ കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് എത്രയാ? 48(1)A ആണ്. 48(1)A ആണ്, മറക്കരുത്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 46ാമത്തെ വകുപ്പാണ്. 46ാമത്തെ വകുപ്പാണ്. ഇതെല്ലാം ഓഡിറ്റബിൾ ആണ് കേട്ടോ, മറക്കരുത്. ഓക്കെ, നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ടാണ് 2006 മുതൽ എന്ത് പേരിൽ അറിയപ്പെടുക? ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്ന പേരിൽ അറിയപ്പെടുക. സംശയമുണ്ടാവരുത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും രണ്ടും രണ്ടാണ് എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ക്ലിയർ? യെസ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം, അപകടമരണം നേരിട്ട ആശ്രിതർക്കുള്ള സഹായം, വാസഗൃഹങ്ങൾ സ്ഥാപിക്കുവാൻ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾക്കുള്ളത്, തീപിടുത്തം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ധനസഹായം എന്നിവയാണ് ഈ പദ്ധതി പ്രകാരം നൽകുക. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ തന്നെയാണ് വരിക. ഓഡിറ്റ് ചെയ്യുന്നത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. നിയന്ത്രണ ചുമതല ആർക്കാണ്? റവന്യൂ വകുപ്പിനുമാണ്. നിയന്ത്രണ ചുമതല റവന്യൂ വകുപ്പിനുമാണ്. ക്ലിയർ അല്ലേ? അടുത്ത് പറയാമോ? യെസ്. ഇതോടുകൂടി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എങ്കിലും നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദുരന്ത നിവാരണ നിയമം 2005 അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുവരെയുള്ള ഈ 5 പാർട്ട് പഠിച്ചത്, അല്ലേ? നമ്മൾ ഈ ദുരന്ത നിവാരണ നിയമം പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ പാർട്ടിലും പഠിച്ച കാര്യം അവസാനമായി ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. 2ാമത്തെ അധ്യായത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുക, വകുപ്പ് 3 മുതൽ 13 വരെ. 3ാമത്തെ അധ്യായത്തിൽ വകുപ്പ് 14 തൊട്ട് 24 വരെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വകുപ്പ് 4 അധ്യായം 25 തൊട്ട് 34 വരെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അധ്യായം 6 വകുപ്പ് 41 തദ്ദേശ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുക. മറക്കരുത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ?
രാത്രികാലങ്ങളിലും ഷട്ടറുകൾ പ്രവർത്തിച്ച് വെള്ളമൊഴുക്കി വിടുന്ന അണക്കെട്ടുകൾ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, പത്തനംതിട്ട ജില്ലയിലെ മണിയാർ, മൂഴിയാർ, ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, കല്ലാർ, ഇരട്ടാർ, ലോവർ പെരിയാർ, തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത്, ഷോളയാർ, കോഴിക്കോട് ജില്ലയിലെ കക്കയം. സാധാരണഗതിയിൽ വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ അണക്കെട്ടുകൾ തുറന്ന് വെള്ളം പുറത്തു കളയാൻ പാടില്ല. പക്ഷെ അത് ആ ഒരു നിബന്ധന ബാധകമല്ലാത്ത അണക്കെട്ടുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, പത്തനംതിട്ട ജില്ലയിലെ മണിയാറും മൂഴിയാറും, ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, കല്ലാർ, ഇരട്ടയാർ, ലോവർ പെരിയാർ, തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത്, ഷോളയാർ എന്നിവ, കോഴിക്കോട് ജില്ലയിലെ കക്കയവും. അണക്കെട്ടുകളുടെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട അലർട്ട് 4 കളറുണ്ട്: മഞ്ഞ, നീല, ഓറഞ്ച്, ചുവപ്പ്. മഞ്ഞ. മുൻകരുതലിന്റെ ഭാഗമായി നിലവിൽ നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന അണക്കെട്ടുകൾ. മഞ്ഞ അലർട്ട് ആണെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന അണക്കെട്ടുകളാണ്. ആ മഞ്ഞ അലർട്ട് മാത്രമേ കേരളത്തിലുള്ളൂ എന്ന കാര്യം കൂടെ ഓർമ്മിക്കാം. നീല അലർട്ട്. ജലനിരപ്പ് സംഭരണശേഷിക്ക് അടുത്തെത്തുമ്പോൾ ജലനിരപ്പ് ഉയരുന്നത് നിരീക്ഷിക്കാം. ഓറഞ്ച് അലർട്ട്. പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ മൈക്കിലൂടെ അറിയിക്കേണ്ടതാണ്. പ്രധാനമായും തീരദേശങ്ങളിലും നദിക്കരയിലും കായൽക്കരയിലും അധിവസിക്കുന്ന ജനങ്ങൾക്ക്. കാരണം സ്വാഭാവികമായിട്ട് ഡാം തുറന്നു കഴിഞ്ഞാൽ നദിയിൽ വെള്ളക്കെട്ടുണ്ടാവും. ആ നദി സാധാരണ കേരളത്തിലെ നദികളെല്ലാം അവസാനിക്കുന്ന മിക്കവാറും കായലുകളിലാണ്. അപ്പോൾ കായലിന്റെ തീരത്ത് വെള്ളം കയറാം, അല്ലേ? വെള്ളം കൂടുതലായിട്ട് സമുദ്രത്തിൽ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരയടിച്ച് തിരികെ കൊണ്ടുവരാം. കടലാക്രമണം രൂക്ഷമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തീരദേശങ്ങളിൽ, നദിക്കരയിൽ, കായൽക്കരയിൽ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് എന്ത് ചെയ്യണം? മുന്നറിയിപ്പ് നൽകണം. രാത്രിയാണെങ്കിൽ കൂടി മൈക്കിലൂടെ അറിയിപ്പ് നടത്തണം. സാധാരണഗതിയിൽ ശബ്ദമലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും ഇടയിൽ, ചില സ്ഥലങ്ങൾ 5 മണിക്കും ഇടയിൽ എന്ത് ചെയ്യില്ല? സാധാരണഗതിയിൽ എന്ത് ചെയ്യില്ല? മുന്നറിയിപ്പുകളൊന്നും അതായത് മൈക്ക് അനൗൺസ്മെന്റ് ഒന്നും പാടില്ല എന്നതാണ്. കർശനമായ നിയന്ത്രണമുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ശക്തമായ നിയന്ത്രണമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന രാത്രികാലമാണെങ്കിൽ കൂടി എന്ത് ചെയ്യണം? മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകണം. അതിനുവേണ്ടി പോലീസ്, അഗ്നിസുരക്ഷാ സേന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സേവനം ഉപയോഗപ്പെടുത്താം. 4ാമത് ഘട്ടം റെഡ് അലർട്ട്. ജനങ്ങളെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കേരളത്തിലെ ഒരു അണക്കെട്ടുകൾക്കും ഓറഞ്ചോ നീലയോ റെഡ് അലർട്ടുകളോ ബാധകമാക്കിയിട്ടില്ല. എന്ത് മാത്രമേ ഉള്ളൂ? മഞ്ഞ അലർട്ട് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യും? നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടും. അത്രയേ ഉള്ളൂ. നീല, ഓറഞ്ച്, റെഡ് അലർട്ട് കേരളത്തിലെ ഒരു അണക്കെട്ടുകൾക്കും ബാധകമാക്കിയിട്ടില്ല. പ്രളയ മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ട അലർട്ടുകൾ. വെള്ള നിലവിൽ മുന്നറിയിപ്പൊന്നുമില്ല. ഡാമുമായി ബന്ധപ്പെട്ട മഞ്ഞയ്ക്ക് വരെ ഇവിടെ വെള്ള അലർട്ടൊന്നുമില്ല. നീല 1ാം ഘട്ട മുന്നറിയിപ്പ്, ജാഗ്രത. ഓറഞ്ച് 2ാം ഘട്ട മുന്നറിയിപ്പ്, മൈക്കിലൂടെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകണം രാത്രിയാണെങ്കിൽ കൂടി. ചുവപ്പ് 3ാം ഘട്ട മുന്നറിയിപ്പ്. ഈ 3ാം ഘട്ട മുന്നറിയിപ്പ് ചുവപ്പ് അലർട്ട് സമയത്ത് എന്ത് ചെയ്യണം? തീരദേശത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. അത് തീരദേശമായിക്കോട്ടെ, നദീതീരമായിക്കോട്ടെ, കായൽത്തീരമായിക്കോട്ടെ. പ്രളയവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. അത് നദിക്കരയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രളയമുണ്ടാകും, നദി ഇപ്പോൾ ദിശ മാറി ഒഴുകിക്കഴിഞ്ഞാൽ ആ പ്രദേശം വരാം. അങ്ങനെയുള്ള ജനങ്ങളെല്ലാം എന്ത് ചെയ്യണം? മാറ്റിപ്പാർപ്പിക്കണം. നടപടി സ്വീകരിക്കേണ്ടത് റെഡ് അലർട്ട് കാലഘട്ടത്തുമാണ്. ഓക്കെ. ഇനി പറയുന്നു കേരളത്തിലെ മഴ. കേരളത്തിലെ വാർഷിക മഴ എന്ന് പറയുന്നത് 2924.7 മില്ലിമീറ്റർ അഥവാ 292.47 സെന്റിമീറ്റർ. കേരളത്തിൽ 4 ഘട്ടത്തിലാണ് മഴ ലഭിക്കുക. തെക്ക് പടിഞ്ഞാറ് മൺസൂണുണ്ട്, വടക്കിഴക്കൻ മൺസൂണുണ്ട്, വേനൽ മഴയുണ്ട്, ശൈത്യകാല മഴയുണ്ട്. ഇത് ഓരോ നമ്മൾ പരിശോധിക്കുകയാണ്. ഒരു വർഷം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരവുമാണ്. ഓക്കെ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കാസർഗോഡും ഏറ്റവും കുറവ് തിരുവനന്തപുരവും. വടക്കിഴക്കൻ കാലവർഷം അഥവാ തുലാവർഷം, വടക്കിഴക്കൻ മൺസൂൺ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കൊല്ലവും, കുറവ് വയനാടും. വേനൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പത്തനംതിട്ടയാണ്, കുറവ് ലഭിക്കുന്നത് പാലക്കാട്. ശൈത്യകാല മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പത്തനംതിട്ടയും ഏറ്റവും കുറവ് ലഭിക്കുന്നത് കാസർഗോഡുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസമാണ്. ഏകദേശം 72 സെന്റിമീറ്റർ മഴ ലഭിക്കും. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നതോ ജനുവരി മാസം, കേവലം 3 സെന്റിമീറ്റർ മാത്രം. കേവലം എത്രയാ? 3 സെന്റിമീറ്റർ മാത്രമാണ് കിട്ടുക. ഓക്കെ അല്ലേ? കേവലം 3 സെന്റിമീറ്റർ മാത്രമാണ് കിട്ടുക. അത് മനസ്സിലുണ്ടാകണം. ഓക്കെ. ഇനി അടുത്ത പറയട്ടെ. അടുത്ത പറയുന്നു
ഉം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 21(1) പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ നയം തയ്യാറാക്കിയത് 2010-ലും സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത് 2016-ലും. 2 വർഷം മാറിപ്പോയത്. സംസ്ഥാന ദുരന്ത നിവാരണ നയം തയ്യാറാക്കിയത് 2010-ലും സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത് 2016-ലും. ഈ സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി 2016-ൽ തയ്യാറാക്കുമ്പോഴാണ് എന്ത് രൂപീകരിക്കുന്നത്? ജില്ലാതല ദുരന്ത നിർവഹണ സമിതി അതോറിറ്റി രൂപീകരിക്കുക. കേട്ടോ? ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റവന്യൂ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനം. ട്രാവൻകൂർ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1955 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. രൂപീകരിച്ചത് 1996-ലായിരുന്നു. രൂപീകരിച്ചപ്പോൾ ഇതിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് മാനേജ്മെന്റ് എന്നായിരുന്നു. പിന്നീട് ദുരന്ത നിവാരണ നിയമം വന്നതിന് ശേഷം പേര് മാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നിലവിൽ അറിയപ്പെടുന്നത് ഈ പേരിലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രസിദ്ധീകരണമാണ് റവന്യൂ ഗൈഡ് എന്ന പേരിൽ അറിയപ്പെടുക. ദുരന്ത നിവാരണ നിധിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിവിടെ പഠിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം നൽകുക, അപകടമരണം നേരിട്ടവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം നൽകുക, വാസഗൃഹങ്ങൾ നൽകുക, ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുക, തീപിടുത്തം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ധനസഹായം നൽകുക എന്നിവയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ പദ്ധതിയിലൂടെ സഹായം നൽകുക. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഓഡിറ്റ് ചെയ്യുന്നത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. നിയന്ത്രണ ചുമതല റവന്യൂ വകുപ്പിന്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവിടെ അവസാനിച്ചു. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് നമ്മുടെ ക്വസി ജുഡീഷ്യൽ ബോഡീസ് ആൻഡ് കമ്മീഷൻസ്. ലഘുവായിട്ടാണ് നമ്മൾ കമ്മീഷൻസും ക്വസി ജുഡീഷ്യൽ ബോഡീസും പഠിക്കുക. അർത്ഥ നീതി ന്യായ സ്ഥാപനങ്ങൾ. അർത്ഥനീതിന്യായ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്താണ്, അവയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അർത്ഥനീതിന്യായ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. അതുപ്രകാരം കേരളത്തിലെ അർത്ഥനീതിന്യായ സ്ഥാപനങ്ങൾ, കേരളത്തിൽ മാത്രം, ദേശീയ തലത്തിൽ പഠിക്കില്ല, കേരള ഗവർണൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ക്വസി ജുഡീഷ്യൽ ബോഡീസ് നമ്മൾ പഠിക്കേണ്ടി വരും. കേരളത്തിലെ അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ, അർത്ഥനീതി സ്ഥാപനങ്ങൾ നമ്മൾ പഠിച്ചുറപ്പിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തൊക്കെ പറയാം? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാം. ഓക്കെ, ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനങ്ങൾ എന്നർത്ഥം. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന് പറയാം, കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന് പറയാം, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് പറയാം, മനുഷ്യാവകാശ കമ്മീഷന് പറയാം, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻസിന് പറയാം, ന്യൂനപക്ഷ കമ്മീഷൻ പറയാം, അല്ലേ? പിന്നോക്ക വിഭാഗ കമ്മീഷൻ പറയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വനിതാ കമ്മീഷനും ശിശു വികസന കമ്മീഷനും ഒക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ഇത് ഇത്രയും നമ്മൾ ലഘുവായിട്ട് പഠിക്കും. അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ രീതിയിൽ ലഘുവായിട്ട് പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ചില വിഭാഗങ്ങളുടെ സംരക്ഷണം സിലബസിൽ പറയുന്നുണ്ട്. ചില വിഭാഗങ്ങളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വയോജന സംരക്ഷണ നിയമം. അത് വയോജന സംരക്ഷണ നിയമമായിട്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കും. വയോജന സംരക്ഷണ നിയമമായിട്ട് പഠിക്കും. കൂടാതെ നമ്മുടെ എന്താ പറയുക, വനിതകളുടെ സംരക്ഷണം പറയുന്നുണ്ട്. അഴിമതി നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് പറയുന്നുണ്ട്, ലോക്പാൽ ലോകായുക്ത പറയുന്നുണ്ട്. ജാതി വ്യവസ്ഥിതി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൗരത്വ നിയമം, സിവിൽ റൈറ്റ്സ് ആക്ട് പറയുന്നുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ വിവരാവകാശ കമ്മീഷനും വിശദമായി നമ്മൾ പഠിച്ചുറപ്പിക്കും. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് പൊതുഭരണ സംവിധാനവും. അതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ പഠിച്ചു കഴിയാണ്. ഇത്തിരി ടഫായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് ശേഷമാണ് ഭൂപരിഷ്കരണ നിയമത്തിലേക്ക് പോവുക. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് അത് ക്ലാസ്സോട് നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വിശദമായി ബാക്കി കാര്യങ്ങളും പഠിച്ചുറപ്പിക്കും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ച് സെറ്റാക്കണം. പഠിച്ച് സെറ്റാക്കിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.